കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങൾ പിച്ചവെച്ച് നടന്ന മണ്ണ ഇതിന് ചുറ്റുമുള്ളത്. അല്ല, അത്രയ്ക്ക് സെന്റിമെന്റ്സ് ആയിട്ടുള്ളൊരു ബന്ധമാണെങ്കിൽ നമ്മളിത് വിൽക്കുന്നില്ല. പിന്നെ അവരൊരു പ്ലോട്ടിൽ കണ്ടുവച്ചാൽ അതവരെങ്ങനെയും വാങ്ങിച്ചു കിട്ടുന്ന ഒരു ഗ്രൂപ്പാണത്. ചെന്നൈ നഗരത്തിലെ നല്ലൊരു ഭാഗം അവരുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഈ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ വല്ല വ്യാജരേഖ ചമച്ചൊക്കെ എങ്ങനെയും നേടിയെടുക്കൂത്രേ. അത് അവിടെ ഇവിടെ ഇപ്പൊ കണ്ടുവയ്ക്കുന്നത് സത്യഭാമയുടെ മണ്ണിലാണെങ്കിൽ അത് നടക്കില്ല വിഷ്ണു. ചെന്നൈയിൽ അവരുടെ ഹെഡ് ഓഫീസ് ഇരിക്കുന്ന മണ്ണ് JCB കൊണ്ട് കോരിയടിപ്പിക്കും ഈ സത്യഭാമ. അപ്പോഴും സത്യഭാമയുടെ വീടിന്റെ ആധാരം ഈ അലമാരയിൽ ഭദ്രമായിരിക്കുമെന്നുള്ളത് ഉറപ്പാ. ആ പിന്നെ മറ്റൊരു കാര്യം പറയാണ്ടായിരുന്നു. സുസ്മിതേ, എന്താ ഇവിടെ? ഞാൻ ആന്റിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. പക്ഷേ എനിക്ക് തോന്നിയത് സുസ്മിത ഇവിടെ ഒളിച്ചു നിൽക്കുന്നതായിട്ടാണല്ലോ. ഞാനെന്തിനാ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേ? ആന്റിക്കും എനിക്കും ഇടയിൽ എന്ത് രഹസ്യം? ഒന്നുമില്ല. അല്ല, പ്രീതി എന്താ ഇവിടെ? ഞാനും അമ്മയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. എന്നാ വാ, എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാം. പ്രീതി പോയി ശാലിനി കൂടെ വിളിക്ക്. പാവം ഒറ്റയ്ക്ക് ഇരിക്കായിരിക്കും അവിടെ. ആഹാ, എന്തൊരു കരുതലാ അഴിഞ്ഞൊഴുകുന്നെന്ന് നോക്ക്. ശാലിനിയുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു പുണ്യാത്മാവ്. പ്രീതി, ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. ഞാൻ പോയി ശാലിനിയെ വിളിക്കട്ടെ. എന്നാ വാ, നമുക്ക് കഴിക്കാം. വാ മോളെ. അത് എനിക്കൊന്ന് ഹാൻഡ് വാഷ് ചെയ്യണം ആന്റി. ആന്റി ഉപയോഗിക്കുന്ന അതേ ഹാൻഡ് വാഷ് തന്നെ ഞാനും ഉപയോഗിക്കുന്നത്. ഇപ്പൊ നോക്കിയപ്പോ അത് തീർന്നു പോയി. തൽക്കാലം ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് ഉപയോഗിച്ചോട്ടെ. അതിനെന്താ, മോള് കൈ കഴുകിയിട്ട് വാ. വാ. ശാലിനി, ഭക്ഷണം കഴിക്കാൻ വരുമല്ലേ? ഇതാ വരുന്നു. വാ.
ശാലിനി, നിന്റെ ഫയലിനുള്ളിൽ ഇപ്പൊ ഇരിക്കുന്നത് സത്യഭാമയുടെ വീടിന്റെ ആധാരമാ. അതാ നാളെ നീ പണയം വെക്കാൻ കൊണ്ടുപോകുന്നത്. സത്യഭാമ പൊന്നുപോലെ സൂക്ഷിക്കുന്നതാണിത്. ഇത് നീ ചെയ്തു കഴിയുമ്പോഴാ ഈ വീട്ടിൽ വെടിമരുന്നിന് തീ പിടിക്കാൻ പോകുന്നത്. ആ പൊട്ടിത്തെറിയിൽ നീ ഭസ്മമാകുന്നുറപ്പാ. നിന്റെ വീടിന്റെ ഈ ആധാരം, അതായത് നിന്റെ ശാരികേച്ചിയുടെ കഴുത്തിൽ വീഴേണ്ട താലിച്ചരട് തൽക്കാലം ഈ സുസ്മിതയുടെ കയ്യിലിരിക്കട്ടെ. അപ്പോ ആ പ്ലാൻ കംപ്ലീറ്റ് ആയി. നിനക്ക് നിന്റെ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു വിടണം അല്ലേടി? ചേച്ചിയുടെ കാര്യം പറഞ്ഞ പണ്ട് നീ വിഷ്ണുവേട്ടന്റെ തോളിൽ തൂങ്ങിയത്. സുസ്മിതയ്ക്ക് ജീവനുണ്ടെങ്കിൽ ഈ ആയുസിൽ നിന്റെ ചേച്ചിക്ക് മംഗല്യഭാഗ്യം ഉണ്ടാക്കില്ല ഞാൻ. താലി കഴുത്തിലുണ്ടെങ്കിലും നിന്റെ ജീവിതം ഈ വീട്ടിൽ തുലയ്ക്കും ഞാൻ. പൂമാലകളല്ല, കണ്ണീര് കൊരുത്ത മാലകളാ നിങ്ങൾ 3 പെണ്ണുങ്ങളുടെയും കഴുത്തിൽ വീഴാൻ പോകുന്നത്. അതിട്ട് തരുന്നത് ഈ സുസ്മിതയും. നാളെ പോളച്ചനെ കാണുമ്പോൾ അയാൾ പണം തരുമോ? ഇല്ലെങ്കിൽ ശാരികേച്ചിയുടെ കല്യാണം അച്ഛനെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് പോളച്ചൻ വാശി പിടിച്ച എന്ത് ചെയ്യും? പാവം പോളച്ചൻ പണം കൊടുക്കുന്നുള്ള ടെൻഷനിലാണെന്നാ തോന്നുന്നത്. അല്ല, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? ഉണ്ട്. എന്താ? ഇയാള് തന്നെയാ ഇപ്പൊ എന്റെ പ്രശ്നം. ഞാനോ? ആ, ഇയാള് തന്നെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തലവേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്റെ പിന്നാലെ നടക്കുന്നതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നൊന്ന് എന്റെ വഴിക്ക് വിട്ടേക്ക്. അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്ന് മിണ്ടാതിരിക്കാൻ ഞാൻ എന്താ തരേണ്ടേ? എടോ, ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കതൊരു പൂ പറിക്കുന്ന ലാഘവത്തിൽ പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഓ, ഇയാള് പൂ പറിക്കാനൊന്നും നിക്കണ്ട. എന്റെ പ്രശ്നം ഞാൻ തന്നെ തീർത്തോളാം, കേട്ടാ? ഇയാള് തൽക്കാലം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ ചെല്ലക്കുട്ടി.
കൊള്ളാം. എന്താ ഇവിടെ പരിപാടി? അത് മൊബൈലിൽ ക്യാമറ ചെക്ക് ചെയ്തതാ. ഡോ, സത്യം പറയുന്നു, അത് ഫോൺ പിടിച്ച് വാങ്ങണോ ഞാൻ? എന്തേ മര്യാദയ്ക്ക് അവിടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ ആ ഫോൺ ഞാൻ തല്ലി പൊട്ടിക്കും. ഞാൻ സെൽഫി എടുത്തതല്ലേ. സെൽഫി? തനിക്ക് സെൽഫി എടുക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ബെഡ്റൂമിന് പുറത്ത് പോയി. ഓ ആയിക്കോട്ടെ. പോയി കിടന്നുറങ്ങ്. ഉറങ്ങ. ഒരു സെൽഫി. എന്റെ കുട്ടിക്കാലത്ത് പോലും ഞാനിങ്ങനെ മുട്ടിലഴിഞ്ഞിട്ടില്ല. ഓ എന്താ അന്നത്തെ പോലെ പഞ്ചസാരയൊന്നും വെതറിട്ടില്ലല്ലോ ബെഡില്? ഇല്ല. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞ ഇനി വെതറാൻ പ്ലാൻ ഉണ്ടതാണോ? എന്റെ പൊന്നോ ഇല്ലാന്ന്. ആ ഇതുമായിട്ട് പോളച്ച മുതലാളിയെ കാണണം. കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയണം. അയ്യോ അരുതരുതരുത്. മതി ശാലിനി, ഇത്രയും മതി. ഇനി കുട്ടി എഴുന്നേറ്റുള്ളൂ. എന്താ? അല്ല, ഈ ഭർത്താവിന്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വൈകുന്നൊക്കെ പഴഞ്ചേർപ്പാടാ. എന്നാലും സാരില്ല, എന്റെ എല്ലാവിധ അനുഗ്രഹവും ഇയാൾക്കുണ്ടാവും. ഇയാളങ്ങോട്ട് മാറി. അനുഗ്രഹം വാങ്ങിച്ചെന്നോ? ഞാൻ എന്റെ കാണാതെ പോയ കമ്മല് നോക്കിയതാ. അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റിയൊരു മുതല്. അതിപ്പോ ഇയാളുടെ കമ്മലിന് എന്താ പറ്റിയേ? അത് താഴെ പോയി. മാറി നിക്കടോ. അയ്യോ, അതിനല്ലേ ഞാൻ തപ്പിയെടുത്തരാലോ. വേണ്ട, എനിക്കറിയാൻ തപ്പിയെടുക്കാൻ. എടോ, ഇതെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കോ? ഇങ്ങനെ ഡബിൾ മീനിങ് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിലെന്ത് ഡബിൾ മീനിങ്? ഞാനും തപ്പും. എവിടെ? രണ്ടും കൂടി അവിടെ എന്ത് ചെയ്യാ? നോക്കിയത് മതി. ഒന്ന് എണീറ്റ് പോകുന്നുണ്ടോ? ഞാനും കൂടി നോക്കും.
പറഞ്ഞു മുട്ടിക്കൂടെ? എന്തെങ്കിലും ചെയ്. എന്റെ നെറ്റി പൊട്ടിയാ. എന്താ അവിടെ പരിപാടി? ഞാൻ വീണ്ടും നോക്കും, പക്ഷെ തല മുട്ടരുത്. ആ ഇതെവിടെ പോയി? അതെ, അത് പോയി എന്നാ തോന്നുന്നേ. അയ്യടാ, അങ്ങനെ പോവാനേ ഈ കട്ടിലിന് താഴെ ബെർമുഡ ട്രയാങ്കിൾ ഒന്നും അല്ലല്ലോ. സമയം പോലെ ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിച്ചത് തന്നെ. അതെ, എനിക്ക് വേറെ കമ്മലുണ്ട് കേട്ടാ. എങ്ങോട്ടോ യാത്രക്കുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. ആ അതെ. എങ്ങോട്ടാണാവോ? ജ്വല്ലറി ഉടമ പോളച്ചനൊന്ന് കാണണം. അല്ല, ഞാനോടി വരട്ടെ? ഇയാള് വേണ്ട, വരണ്ട. ഈ ചെക്ക് പോസ്റ്റ് ഒന്ന് മാറ്റിയേട്ടാ. മധുരമുള്ള ഓർമ്മയ്ക്കായിട്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ. നാളെ ഒരിക്കലും ശാലിനിയായിട്ട് ഒന്നിക്കുമ്പോ പറഞ്ഞു ചിരിക്കാൻ ഒരു കുഞ്ഞു തമാശ ഇതോടെ ഇരിക്കട്ടെ. അയ്യോ, പോളച്ചനെ വിളിക്കണമല്ലോ. ഹലോ. ആ, പോളച്ചനല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ സത്യഭാമയുടെ മകൻ വിഷ്ണു. ആ, വിഷ്ണു മോനോ? ഈ പാവങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ? അതെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ശാലിനി എന്ന് പേരുള്ള ഒരു കുട്ടി ഇപ്പോ തന്നെ കാണാൻ അവിടെ വരും. ശാലിനി? ആ, ശാരദാമ്മയുടെ മകള്. ഏത് ശാരദാമ്മ? എടോ, കുടുംബശ്രീ ശാരദാമ്മ. ഓ, കുടുംബശ്രീ ശാരദാമ്മ. അവരെനിക്കറിയാം. അവരുടെ മകളാണോ വരുമെന്ന് പറഞ്ഞേ? അതെ അതെ, ആ കുട്ടിയുടെ കയ്യിൽ വീടിന്റെ ഒരു ആധാരമുണ്ട്. അത് വാങ്ങിച്ചു വെച്ചിട്ട് ആ കുട്ടി എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാ അത് ചെയ്തു കൊടുക്കണം. ആ, പിന്നെന്താ? സത്യഭാമയുടെ മകൻ വിഷ്ണുമോൻ ഒരു കാര്യം പറഞ്ഞ അതിനപ്പുറം ഉണ്ടോ? അപ്പൊ ശരിയെന്നാ പറഞ്ഞ പോലെ. ശരി. വിഷ്ണുവേട്ടാ, നിങ്ങളിപ്പോ വിളിച്ചു പറഞ്ഞത് ശാലിനിക്കല്ല, എനിക്കാ ഉപകാരമായത്. വിളിച്ചു പറഞ്ഞത് സത്യഭാമയുടെ മോനായതുകൊണ്ട് ശാലിനി ചോദിക്കുന്നത് കൊടുക്കും പോളച്ചൻ. പിന്നെന്താ നടക്കാന്ന് കണ്ടോ? ചെല്ല് ശാലിനി, വേഗം ചെല്ല് നീ.